വല്ലാത്തൊരു ലോകം പിടിവിട്ടു പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു സകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 ആത്മഹത്യാ നിരക്കിൽ 54% വീട്ടമ്മമാർ തിരുവനന്തപുരം. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുന്ന വീട്ടമ്മമാരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. മൊത്തം ആത്മഹത്യയിൽ 54% വീട്ടമ്മമാരുടേതാണ്. കുറഞ്ഞ മാനസികാരോഗ്യവും മാനസിക സംഘർഷവും ഭർത്താക്കന്മാരുടെ മദ്യപാനവുമെല്ലാം വീട്ടമ്മമാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. 15-45 പ്രായപരിധിയിലെ സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതൽ സുരക്ഷയും സ്നേഹപൂർണമായ പെരുമാറ്റവും ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മിക്കപ്പോഴും ഒട്ടേറെ വിവേചനങ്ങൾ അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസം കുറഞ്ഞവരിലും ഗ്രാമീണരിലും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതായും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഓള് കുളിക്കാനോ വെള്ളം കോരാനോ തുള്ളിക്കളിക്കേക്കൂ, ഓള് കൂടി കേറിക്കോളൂ. കുളിക്കാൻ ആരെങ്കിലും കിണറ്റി ചാടുവോ? മോളെ ബക്കറ്റിലെ വെള്ളം പോരാഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നിയിട്ടുണ്ടാവും. ഉമ്മ കിണറ്റി കരയില് കസാര കൊണ്ടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓളോടെ കസേരട്ട് കുത്തിരിക്കാൻ നിൽക്കുക, ഓളോട് ചാടിയുടെ വേഗം ചാടാൻ പറ. കസാരന്റെ മുകളിൽ കേറിന്നാലേ ഉമ്മാക്ക് ആൾമറന്റെ മുകളിൽ കൂടെ ചാടാൻ പറ്റൂ. അതിനിപ്പോ ഞമ്മളോടൊപ്പം സഹായിക്കണോ അല്ലേ? തൽക്കാലം നമുക്ക് അതിന് സമയമില്ലെന്ന് പറഞ്ഞാണ്. ഓ, ഉമ്മ ആൾമറന്റെ മുകളിൽ കാലെടുത്ത് വെക്കുമ്പോ വലിച്ചു താഴെ ഇടണം. അതിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഓളൊരു പൂതിയല്ല മോളെ, അതിന് ഞമ്മളായിട്ട് എന്തിനാ എതിരിക്കണത്? ഉപ്പ വേഗം വന്നില്ലെങ്കിൽ പോലീസ് വരുമ്പോ ഞാൻ എല്ലാം പറയും. പോലീസ് എന്തിനാ ഇങ്ങോട്ട് പോരുന്നേ? എന്റെ ഉപ്പാ, ഉമ്മ എങ്ങനെ ചാടി ചത്തു പോയാല് പോലീസ് വരുമ്പോ നിങ്ങളോട് ചോദിക്കൂലേ ഉമ്മ എന്തിനാ ചാടി ചത്തെന്ന്? ഉമ്മ എന്തിനാ ചാടാൻ പോടാന്ന് ഉപ്പാക്കും അറിയില്ല മോളെ. പിന്നെ പോലീസിനോട് നമ്മൾ എന്താ മറുപടി പറയാ? ഉപ്പയാണ് എല്ലാത്തിനും കാരണം. ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറയും, പോലീസിനോട് പറയും. നോക്കിക്കോ, ആത്മഹത്യ പ്രേരണയ്ക്ക് ഉപ്പാന്റെ പേരിൽ കേസ് കൊടുക്കും. അപ്പൊ ഉപ്പാനെ പോലീസ് പിടിച്ചോണ്ടെങ്കിൽ വാ നിക്കടാ. കെട്ടികളുടെ മരണത്തിന് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാണ്ടിരിക്കാൻ ഉപ്പ ശശി തരൂരിന്നല്ലോ. പഠിച്ചോനെ, പാത്തു കിണറ്റി ചാടിയാൽ ആ ഒച്ച പോരല്ലോ, ഒരു ഉപ്പും ചാക്ക് വീണ ഒച്ചെങ്കിലും ആണ്ടേ. ഏതായാലും ഇത് പോയി നോക്കാം. ഇങ്ങോട്ട് നിക്കടാ. ഈ പൊരയിലിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വിചാരില്ല. നിങ്ങൾ ഉപ്പയും മക്കളും ഒരൊറ്റ കെട്ടി അതിന്റെ മേലെ കയറി സർക്കസ് കളിക്കല്ലേ പാത്തുവോ? കിണറ്റിൽ വീണ് ചത്തുപോവും. ചത്തില്ലെങ്കിലോ പാത്തുവോ? ഈ വെള്ളത്തിൽ വീണ് ചത്തില്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ പാട്? അന്നെ കൊല്ലാനുള്ള അധികാരം ഞമ്മക്കില്ല പാത്തുവോ? അനക്കന്റെ ജീവൻ എടുക്കാൻ അധികാരം പഠിച്ചോൻ തന്നിട്ടില്ല. ഇറങ്ങി പാത്തുവോ?
മൈതാന പ്രസംഗം നടത്തുന്ന പോലെ ഈ സ്റ്റേജിന്റെ മേലെ കയറി നിൽക്കല എങ്ങനെ ഇറങ്ങി ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. അന്റെ ക്ലൈമാക്സ് ഞാൻ അടിക്കാം ഇങ്ങോട്ട് ഇറങ്ങി വേണം പലാലെ വെള്ളം കിടക്കാവും പത്തോ പിന്നെ മോട്ടർ വെച്ച് വറ്റിക്കേണ്ടി വരൂ ഈ ചാടി നാശകോശായാലും പെരേലെ വെള്ളം കൂടി മുട്ടു അപ്പൊ ഞാൻ ചാടിയല്ലേ നിങ്ങൾക്ക് പ്രശ്നം? ഈ ചാകുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കണേ അപ്പൊ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് ടെൻഷന്റെ ആൽമറയിൽ പാഞ്ഞു കയറി എന്നാണ് നിങ്ങളെ വിചാരം? ചാവാളന്റെ ആവേശം കണ്ട പിന്നെ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക ഉമ്മ ചാകുന്നതിന് ഉമ്മയ്ക്ക് വിഷമല്ലല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾക്കില്ല. കണ്ടോ കണ്ടോ നമ്മളെ ദുനിയാവെന്ന് കെട്ടി കെട്ടി പോടുന്ന ഉപ്പന്റെ മക്കളെ മനസ്സിലി എനിക്കത് നേരത്തെ മനസ്സിലാക്കണേ. ഈ പൊരയിൽ ഇന്റെ ബാക്കിന് ഒരു വിലയില്ലല്ലോ. കെട്ടി ചാടി എന്റെ ബാക്കിന് വില ഉണ്ടാവോ നീ ചാടിക്കോ കിണറിന്റെ പടവിൽ ചുമ്മാതെ വില പൊട്ടുന്ന സൗണ്ട് കേൾക്കേണ്ടി വരില്ലോ എന്ന് ആലോചിച്ചാണ് നിന്റെ പ്രശ്നം. എല്ലാത്തിന്റെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകും. ഇതിന് മാത്രം എന്താ ഉണ്ടായതുമ്മ? ചോദിച്ചിട്ട് ചെയ്യണ്ടോ? ഞാനൊരു മനുഷ്യജീവിയാണെന്ന് വലിയ വിചാരം എന്റെ ഉപ്പക്കുണ്ടോ? രാവും പകലും ഉറങ്ങാണ്ട് പണിയെടുക്കുന്നവർ എന്തിനാണ് ഞാൻ? അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ പൊരയില്? ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും നിങ്ങൾക്ക് പരിഹാസ. നിങ്ങളൊക്കെ മെന്റലാണെന്ന് എപ്പോഴും എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കണില്ല. നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളിടയിൽ ജീവിച്ചിരിക്കും മടുത്തി ഞാൻ പോവുകയാണ്. ഏതായാലും നമ്മളെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് ഈ ചാവണ്ട. എനിക്ക് വേറെ എന്തൊക്കെ ഭയ ഉണ്ടായിന്. എനിക്കൊരു കഷ്ണം കയറുകൊണ്ട് കെട്ടി തൂങ്ങി ചത്തൂടെ അല്ലെങ്കിൽ എലിപ്പാഷാണ് വെച്ച് കഴിച്ചൂടെ എനിക്ക്. അപ്പൊ ഞാൻ ചാണം തന്നെയല്ലേ നിങ്ങളൊക്കെ മനസ്സില് കാണിച്ചു തരാം. ഞാൻ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. പാല് തളിച്ച് കടുപ്പത്ത് ഞാൻ എടുത്തേക്കട്ടെ ഇങ്ങോട്ടേക്ക്. എഴുത്തുണ്ടാകൂ ഉണ്ട്. പഠിച്ചോനെ അച്ചടത്തിട്ട് വെത്തരുതേ. പ്രിയപ്പെട്ട മൂസാക്ക. അല്ല പ്രിയ എങ്ങനെ എഴുതൂ? പ്രാന്റെ അപ്പുറത്താണോ വള്ളി? ഏടെങ്കിലും ഇട്ട പ്രിയപ്പെട്ട മൂസാക്ക് അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. ഇപ്പൊ നിങ്ങക്ക് ഞാൻ പ്രിയപ്പെട്ടോളൊന്നും അല്ലല്ലോ. പഠിച്ചോൻ തന്ന ജീവൻ എടുക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നാലും മരണം വരെ തൂക്കിക്കൊല്ല. അതിന് പകരം എന്ത് ചെയ്തു? ചാകുന്നവരെ തൂങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഈ ശ്രമം പരാജയപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നിങ്ങളും കുട്ടികളും എന്റെ ശല്യമില്ലാണ്ട് സ്വൈര്യമായിട്ട് ജീവിക്കണം. നിങ്ങളെ നീക്കത്തോട് ഉത്സവമായിട്ട് നടക്കട്ടെ. നിങ്ങളെ മേല് അനുഗ്രഹത്തിന്റെ പൂച്ചെണ്ടുകൾ പൊലിച്ചു വാരി എറിയട്ടെ. എന്റെ ഫാത്തിമ ഉപ്പ അച്ചടുത്തിട്ട് റസിയെ തിരുത്തി വായിക്കട്ടെ. എല്ലാരും പോയി. എല്ലാരും ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇല്ലാണ്ടായ മാത്രം എന്റെ വില അറിയൂ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയൂല. എല്ലാവർക്കും ഇവിടെ പുല്ല് വിലയാ. അധികം വേദനിപ്പിക്കരുതേ റബ്ബേ.
അല്ലോ അല്ലോ ചെറുപ്പേ മാണ്ടായിനു അല്ലോ മാണ്ടായിനു റബ്ബിലാലമീനായ തമ്പുരാനെ ഇത് മാണ്ടായിനു അല്ലോ കാറ്റ് പോയോ. കാറ്റ് പോയത് ശരിയാക്കാനല്ലേ മൂസക്ക് നീ പറഞ്ഞു. മൂസക്ക എന്തിനാ എന്നെ കൊണ്ട് പറഞ്ഞു? കാറ്റ് പോയ ഫാൻ നന്നാക്കാൻ. ഈ ഫാന്റെ റെഗുലേറ്റർ മോശമായിട്ടുണ്ടെന്ന് മൂസക്ക് എന്നോട് പറഞ്ഞിരുന്നു. മാർച്ച് ഏപ്രിൽ മാസല്ലേ, മൂസക്കാക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല. ഫാത്തിമ ഇതിനെ ഈ ഫാനൊക്കെ അയച്ചേ. വേണമെങ്കിൽ ഞാൻ അയച്ചിരില്ലായിരുന്നോ? അത് പിന്നെ നിങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ച് ഇറക്കി വെച്ച പിന്നെ പെട്ടെന്ന് നന്നാക്കി പോവാലോ. ഇങ്ങനെ വിശാല മനസ്കതയുള്ള വീട്ടമ്മമാരുടെ വീട്ടിൽ പണിയെടുക്കാൻ എനിക്ക് വല്ലാതെ ഇഷ്ട. ഫാത്തിമ എങ്ങനെ ഇതൊക്കെ പഠിച്ച് ഫാന്റെ ലീഫൊക്കെ ഇങ്ങനെ അയച്ചിട്ട് കാറ്റിടാൻ. വീട്ടമ്മമാർക്ക് അന്നൂടത്തെ പണിയുണ്ടോ സുഗുണ? എന്തൊക്കെ ആയിട്ടെന്താ പൊരയിലെ പെണ്ണുങ്ങൾ കറിവേപ്പില മാതിരിയാ. കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ നിർത്താൻ കിട്ടാളൂ. മൂസക്ക് എപ്പോഴാ നിങ്ങൾ എടുത്ത് പുറത്തിറങ്ങി? ഓന്റെ സുഗുണോ, ഞാനൊരു ഉപമ പറഞ്ഞതാ മോനോ, ഈ വിട്ടാള്. എന്റെ പെണ്ണുങ്ങൾക്കും ഇതേ പരാതിയാ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇതേ പരാതി ഉണ്ട്. വീട്ടിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിലേ എല്ലാ പെണ്ണുങ്ങൾക്ക് ഇത് തന്നെയാ തോന്നുക. എന്നിട്ട് സുഗുണം കെട്ടിയോളെ സങ്കടം മാറ്റാൻ എന്തേറ്റാ ചെയ്ത്? കൊലക്കുറ്റത്തിന് ജയിലിൽ പോണ്ട വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഇങ്ങനത്തെ ആണുങ്ങളുള്ള സ്ഥലത്ത് പെണ്ണുങ്ങൾ കൂട്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഊങ്ങിച്ചായാലൊക്കെ ഓൾഡ് ഫാഷനാ ഫാത്തിമ. ഫാസ്റ്റ് കില്ലിംഗ് ഇങ്ങനത്തെ പുസ്തകങ്ങളിലൊക്കെ പല പല വിദ്യകളുണ്ട്. ഇതൊക്കെ ചൂടപ്പം പോലെ വിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചാന്നൊക്കെ പറഞ്ഞ പുസ്തകമുണ്ട്. പിന്നെ അല്ലാണ്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നൊരു പുസ്തകമുണ്ട്. വലിയ വേദന ഇല്ലാതെ ചാവാനുള്ള വഴിയൊക്കെ അതിലുണ്ട്. വേണമെങ്കിൽ വായിച്ചു നോക്കിയോ. വായിച്ചാ പിന്നെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നും. എന്നിട്ട് എന്തായി സുഗുണം ചെയ്യാഞ്ഞേ? പൊരയിൽ ഓളൊന്ന് രക്ഷപ്പെടൂലോ? എനിക്കതിനുള്ള ചങ്കർപ്പൊന്നും ഇല്ലല്ലോ. എന്നെ പോലുള്ള ഒരു നല്ല മനുഷ്യനെ കൊല്ലാൻ ഞാൻ അങ്ങനെ കൊലയാളിയൊന്നുമല്ലല്ലോ. എന്നെ കൊല്ലാൻ എനിക്കങ്ങനെ തോന്നും. ഞാൻ പോയാൽ എന്റെ വീടിന്റെ ഗതി എന്താവും? ഈ നാടിന്റെ ഗതി എന്താവും? എന്റെ കച്ചവടത്തിന്റെ ഗതി എന്താവും? അല്ല, പുസ്തകത്തിന്റെ പേരെന്താ പറഞ്ഞേ? എങ്ങനെ ആത്മഹത്യ ചെയ്യാം. അയറ്റാലൊന്ന് മാങ്ങണം. ഒരു പേശനുള്ള മരണോ അതിന്റെ ഒരു സ്വപ്ന. ഹലോ, ദേശപോഷണി വായനശാലല്ലേ? അതെ. ഒരു ബുക്കിന്റെ കാര്യം ചോദിക്കാനേനു. ഏത് പുസ്തകം? എങ്ങനെ ആത്മഹത്യ ചെയ്യാം. ഉണ്ടല്ലോ. എന്തേ? എനിക്ക് ആ ബുക്കൊന്ന് മാണ്ടീനു മെനെ. അത് തരൂല. എന്താ തരാത്തേ? എന്റെ മൂക്കാട് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, ഓൾ അംഗത്വത്തിൽ തന്നാ മതിക്കത്. ആത്മഹത്യ എന്ന പുസ്തകം നിങ്ങൾക്ക് തരില്ലാന്ന് പച്ച മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞു? ആ മോ, ഞാനത് വായിച്ചിട്ട് തിരിച്ചു തരൂ. പറ്റില്ല. ഇക്കിവിടെ വെക്കാനൊന്നും വേണ്ട. നിങ്ങൾ അത് തിരിച്ചു തരില്ല. നിങ്ങൾ അത് വായിച്ചിട്ട് പോയി ചാവും. പിന്നെ ഞങ്ങൾ ആ പുസ്തകം തിരിച്ചു കിട്ടൂല. അല്ല, ഞാൻ ചാവാൻ പോണ കാര്യം ഓനെങ്ങനെ അറിഞ്ഞി? ആ ബുക്ക് വായിച്ച് വായിച്ച് നല്ല ബുദ്ധിച്ചുണ്ടാവും. വായനശാലക്കാരനല്ലേ, അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഇത് മതിയേക്കു വെള്ളോ? ആരോട് ചോദിക്കണേ? ആ ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അളവയിൽ ഉണ്ടാകേനു. ഇനി ദേട് പോയി തപ്പും. ഈ ലേടവും ഞാൻ കണ്ടിനു. ഈ മൂസക്കായി എല്ലും കൂടി ഏറ്റക്കോ എടുത്തു വെക്കൂ. ഏടായി. എല്ലാരും ഞാൻ കാണിച്ചു കൊടുക്കാം. എങ്ങനെ പെടയും? ഇവിടെ സ്ഥലം ഉണ്ടോ? ആട്ടൊന്ന് പെടഞ്ഞ് ഇങ്ങോട്ട് പെടഞ്ഞാ മുറ്റത്തേക്കാവും വേണ്ട. ഇങ്ങോട്ട് പെടഞ്ഞ് ഒരു 5-6 പെടച്ചില് അപ്പോഴത്തേക്കും ചാവോ? എന്റെ അതില്ലേ? ഇത് മതിയാവോ? ഇതെങ്ങനെ എലി കുടിക്കണേ? എന്തൊക്കെ പത്ത് ഈ മോരും വെള്ളം തുപ്പി കളിക്കുക. മനുഷ്യവിടെ ദാഹിച്ച് തൊണ്ട വരട്ടി വരുമ്പോ ഓള് മോരും വെള്ളം കുലുക്കുഞ്ഞ് തുപ്പി കളിക്കാണ്. ഇങ്ങോട്ട് കൊണ്ടുപോയി. അത് ശരി, പെരയില് വെറുതെ കുത്തിരിക്കുക. എനിക്ക് എത്ര വേണമെങ്കിലും മോരും വെള്ളം കുടിക്കുക. ഇവിടെ പൊരി വെള്ളത്തെ തെണ്ടി തിരിഞ്ഞു വരുന്ന ഞമ്മ കുടിക്കാൻ പാടില്ല. മോരും വെള്ളം കുടിച്ചാ ചത്തു. അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ എലിവസം കുറിച്ച് അയ്യൊന്നും ദാഹം മാറ്റണേ. ഈ വല്ലാത്തൊരു പെടപ്പന്നെയാണല്ലോ പാത്തോ. എല്ലാ ദിവസവും എലിവസം കുറിച്ച് ഞാനിങ്ങനെ പടി പോലെ നിൽക്കുവോ? ഇന്നത്തോടു കൂടി എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാ. ശരി, നാരങ്ങ വെള്ളം കുറിച്ച് നിരാകാരം അവസാനിപ്പിക്കാനും നമ്മള് കെട്ടിക്കുന്നത്. ഈ എലിവസം കഴിച്ചിരിക്കുക എന്താ അവസാനിപ്പിക്കാനാ പോണി?
അപ്പൊ അനക്കിതുവരെ സൂക്കേട് മാറിയില്ലേ? നിങ്ങൾ നോക്കിക്കോളി, ഈ പൊരയിൽ ഒരു മത്സ്യജീവിയുടെ പേര് ജീവിക്കാൻ പറ്റാത്തോണ്ട് ചത്ത് കളയാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതിച്ച് ഞാൻ ചാവും. ഒരു പൊര ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. അപ്പൊ പരിഹാസോ? റസിയക്ക് ഇത്തിരി പൊന്നും പണ്ടും ഉണ്ടാക്കി വെക്കണം എന്ന് പറയുമ്പോ നിങ്ങൾ പുച്ഛം. കുടിക്കത്തില്ലേ? മയ്യത്ത് നോക്കിട്ടു നിങ്ങൾ ആ പരിഹാസം ചിരിച്ചിരിക്കൂലേ? അത് നമുക്ക് കാണണോ? അല്ല, മയ്യത്തായി കിടക്കുമ്പോ ഈ കണ്ണടച്ച് കിടക്കേക്കൂലേ? മാണ്ടേ മാണ്ടേ, മയ്യത്താവുമ്പോ കണ്ണടച്ച് കിടക്കണോ തുറന്ന് കിടക്കണോ ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യ കണ്ണ് തുറത്തിട്ട് ഞങ്ങൾ നോക്കൂ. പിന്നെ ജന്മത്തികൾ ആ നോട്ടം മറക്കൂല. അങ്ങനെ MIT Musa, MIT Musa, MIT Musa, MIT Musa. ആ പാട്ടങ്ങോട്ട് ഓഫാക്കിട്ട് കിടക്കടാ. പാതിരക്ക് വെക്കാൻ കണ്ടൊരു പാട്ടോണ്ട്. ഇല്ലെങ്കിൽ എന്റെ ആർത്തനാഥം ഞമ്മളങ്ങോട്ട് നൽപ്പിച്ചാളൂ. എന്തേത്തും ചെക്കനാണിത്. ഐ പാത്തുവോ, പാത്തു അനക്ക് ഉറക്കൊന്നില്ലെന്ന്. നേരത്തെ 11 മണി ആയിടോ. എന്റെ അനക്കൊന്നും ഉറക്കൊന്നില്ലേ? ഇന്ന് ഞാൻ ഉറങ്ങും മൂസാക്ക, സമാധാനമായി ഉറങ്ങും. അപ്പൊ ഈ എല്ലാ ദിവസവും പോത്തുപോലെ കിടന്നുറങ്ങില്ലേ? ഇതാ ഉറക്കമല്ല മൂസാക്ക, കിനാവ് കാണാത്തുറക്കം, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാത്തുറക്കം. അങ്ങനെ ഒരു ഉറക്കുണ്ടോ? ഉണ്ട്, ഒരിക്കലും ഉണരാത്തുറക്കം. നോക്കി, പൊലച്ച കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പൈമാന്തരാകുകയെ. എനിക്ക് രാവിലെ തന്നെ ഹാർബർ പോയി മീനെടുക്കാനുള്ളതാ. മയ്യത്തിനെന്ത് മത്തിയും മന്തയും. മയ്യത്തോ? ഞാൻ മയ്യത്തായി എന്നേക്കുമായി ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. അനക്ക് ഉറങ്ങാനാണെങ്കിലും മയ്യത്താവുന്നതിന് മുമ്പ് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? പിന്നെ മയ്യത്തായിട്ട് കിടന്നുറങ്ങാൻ നിൽക്കണോ ഈ? എന്നെ ഉറക്കാൻ അയാൾ ഇപ്പോൾ വരും. അത് ശരി. അന്റെ കെട്ടിയോൻ ഈ കിടപ്പുമുറി ഉള്ളപ്പോ അന്നെ താരാട്ടുപാടി ഉറക്കായി ഒരുത്തം പുറത്തുനിന്ന് വരുന്നല്ലേ? എന്നാ എനിക്കൊന്ന് കാണല്ലോ. ഓങ്ങോട്ട് വരട്ടെ. താരാട്ടു പാടാതെ ഒരൊറ്റ വെട്ടിന് അയാൾ എന്നെ ഉറക്കും. ആര്? അയാൾ ഇപ്പോൾ വരും, ഇവിടെ വരും. ഈ നട്ടപ്പാതിരിക്ക് ആരാണ്ടി എന്നെ കിടത്തുറക്കി അങ്ങോട്ട് വരുന്നത്? ആൾക്കാരെ വെട്ടി ഉറക്കല അവന്റെ പണി. അയാൾ ഒരു വാടക ഗുണ്ടയാണ്. പൈസക്ക് എന്ത് പണിയും ചെയ്യും. അയാൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ വിളിച്ചിട്ട്. എന്തിനിപ്പോ അയാൾ ഇങ്ങോട്ട് വിളിക്കാൻ നിന്ന്? ഒറ്റ വെട്ടിന് എന്നെ ഉറക്കാൻ. പഠിച്ചോനെ, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ചത്തില്ലെങ്കിൽ നിങ്ങൾക്കതൊരു കഷ്ടപ്പാടാവില്ലേ? അതുകൊണ്ടാണ് ചാകുന്നത് വരെ വെട്ടാൻ കുട്ടി ബിജുവിനെ ഞാൻ ഏൽപ്പിച്ചത്. അല്ല, അന്നെ വെട്ടിട്ട് ഓന ബൈക്ക് പോവോ? വെറുതെ അങ്ങ് പോവില്ല. മൂസക്കായന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈസയോ? എത്ര പൈസ? വെറും 25,000 രൂപ. എന്റെ ജീവൻ അത്രയെങ്കിലും വിലയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം വിലയിട്ടപ്പോൾ ഈ പെരയിൽ എനിക്കില്ലാത്ത വിലയാണ് ഒരു വാടക ഗുണ്ട എനിക്കിട്ടത്. ഈ 25,000 രൂപ ഞാൻ എടുത്തെടുത്ത് കൊടുക്കാനാണ് പത്തു. അറിയില്ല, എന്നെ കൊല്ലുന്നവർക്ക് അത്രയും പൈസ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി. വെറുതെ ആരും സേവനം ചെയ്യില്ലല്ലോ. നമ്മളെ കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ പത്തു? അപ്പൊ ഞാൻ ചാകുന്നല്ലേ നിങ്ങളെ വിസ്മോ? കൊല്ലാൻ കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാ? അല്ല, ഇപ്പണിപ്പോ ഞാൻ തന്നെ ചെയ്താല് ഓന് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. ഒരൊറ്റ വെട്ടിന് തീരണം. അയിലെ ആവോലിയൊക്കെ വെട്ടുന്ന പരിചയം എനിക്കുള്ളൂ. ഇനി പൈസ ലാഭിക്കാൻ നിങ്ങൾ തന്നെ അത് ചെയ്താലും കുട്ടിപ്പിച്ചു സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആരാത്? കുട്ടിപ്പിച്ചുവായി. അന്ന് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല പത്തു. ഈ പോയി പേര് ഉറങ്ങിപ്പോ. അന്ന് നമ്മൾ പൊന്നു പോലെ നോയിക്കോളാം. അയാൾ ഇപ്പോൾ ആ വാതിൽ തല്ലിപ്പൊളിക്കും. പഠിച്ചോനെ, വാടക കൊണ്ടേനൊക്കെ പെരേല് വിളിച്ചു കേട്ടാൻ എനിക്ക് എങ്ങനെ തോന്നി പത്തുവോ? എന്റെ സാഹചര്യം മുട്ടുന്നു. അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കൂ. വല്ലാത്ത ചതിയായി പോയി പത്തു. അതോൻ തന്നെയാ കൊടിപ്പിച്ചു. കൊടുവാളായിട്ട് വന്ന് നിൽക്കുക.
ദേ ചായ. എന്നാലും വല്ലാത്തൊരു രാത്രിയായി പോയി പത്തുന്നല്ലേ. നെഞ്ചത്തിന് പടപടാന്ന് പഠിച്ചിട്ടേ ഒരു പോള കണ്ണടയ്ക്കാൻ നിങ്ങൾ പറ്റില്ല. നെഞ്ച് പഠിക്കണ കേട്ടിട്ട് ഒക്കെ ഓർക്കം വന്നിണ്ടായില്ല. ദഫ് മുട്ടണ മയിലുണ്ടായിനു. എന്തായാലും അന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളിന്ന് പരിഹാരം കണ്ടിക്കണം. റസിയ, മോളെ റസിയ, റിസ്വാനെ, രണ്ടാളും കൊണ്ട് വരി. എന്താപ്പാ? എന്താണിപ്പാ? ഇന്നു മുതല് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടാളും ശരിക്കും അനുസരിക്കണം. ഉപ്പ പറയ്, പരിഹരിക്കാൻ പറ്റുന്ന കാര്യം ഞങ്ങൾ നോക്കണ്ടേ? ഈ കുടുംബത്തില് ഉമ്മാക്ക് വേണ്ട പരിഗണനയും സ്നേഹവും നിങ്ങൾ രണ്ടാളും കൊടുക്കണം. ശരി ഉപ്പ. എന്ത് കാര്യവും ഉമ്മാനോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഉമ്മ പറയുന്നത് ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടിരിക്കണം. പിന്നെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. ആയിക്കോട്ടെ ഉപ്പ. പിന്നെ അനാവശ്യമായിട്ട് ഉമ്മാനെ കളിയാക്കാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉമ്മാനെ ഉൾപ്പെടുത്തണം. ഉമ്മാനെ ഒരു കാരണവശാലും ഒറ്റപ്പെടുത്താനും പാടില്ല, അവഗണിക്കാനും പാടില്ല. മനസ്സിലാക്കണം രണ്ടാക്കൂ? മനസ്സിലായി. താഴെ വെച്ചില്ലേ അയാള് കൊടിപ്പിച്ചു. പോവല്ലേ, അയാളെ കയ്യിൽ കൊടുക്കാനുള്ള പഠിച്ചോനെ മക്കളെ കൊടിപ്പിച്ചു വന്നിട്ട് അത് ഒരൊറ്റ വെട്ടിന് തീരണം. നല്ലോണം മൂർച്ച കൂട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ തരുമ്പോ തക്കാളി മുറിച്ചാ മുറിയാത്ത സാധനേനി ഇപ്പൊ ഒന്ന് മൂർച്ച നോക്കി. പഠിച്ചോനെ കൊടുവാളുടെ മൂർച്ചയൊക്കെ നോക്കി ഉറപ്പ് വരുത്തിട്ടോളൂ വെട്ടാൻ പറയുന്നത്. മക്കളെ ഉമ്മാനെ അവസാനമായിട്ടൊന്ന് കണ്ടോളിട്ടോ, നോക്കിക്കോളി. ഇന്നലെ രാത്രി തന്നെ കൊടുവാളം വേണമെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ വന്ന് വാതിലിന് കുറെ മുട്ടി, അവസാനം കൈ കഴിച്ചപ്പോ ഞാനങ്ങ് പോയി. വരൂ. ഇത് കൊല്ലം ബിജു അമൂസക്കായി കൊടാലിന്റെ മൂർച്ചോട്ടാൻ കൊടുത്തിനു. രാവിലെ പുട്ടിന് തേങ്ങ പൊളിക്കണ്ടേ കൊണ്ടേ രാത്രി തന്നെ കൊണ്ടുവരാൻ പറഞ്ഞേ. ഞമ്മൾ ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയിവനെ. സാരില്ല, നിങ്ങൾ ഒരു 25 ഉറുപ്പ്യ കൊടുക്കി. 25 5 5 പിന്നെ തരാ, പീഡ തരാ. അല്ലെങ്കിലേ ഇത്ര കുറച്ച് ചില്ലറ ഇടുന്ന ഒരു കത്തിക്ക് പിടിയൊക്കെ അടുത്ത് വെച്ച് തരട്ടോ. അല്ല പത്തോ ഇയല്ല പറഞ്ഞു 25,000. നിങ്ങൾ മൂന്നാളും നല്ലോണം നിന്നില്ലെങ്കിലേ ഈന്റെ മൂർച്ച നോക്കുന്നത് ഇഞ്ച ഈ കറുത്ത ധരിച്ച വയറില്ലേ, ഈന്റെ ഉള്ളിൽ കൂടാണ് മോഹൻലാലും മീനും ഒക്കെ വരുന്നത്. അല്ല മീനൊക്കെ ഇതിന്റെ അകത്ത് കൂടെ വരൂ. ഓ മീനല്ല, മീൻകാരാ മീന. സിനിമ ഇറങ്ങുമ്പോ ഞാനത് കോപ്പി ചെയ്ത് പെൻഡ്രൈവിലാക്കി മോൻ തരും. മോനത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. നല്ല സ്പീഡിൽ നെറ്റ് പോയിക്കൊണ്ടിരുന്നതാ. അതാണ് ഇപ്പൊ മീൻപെടുന്ന കത്തിയോണ്ട് അറുത്ത് മാറ്റി. നിന്റെ ഇപ്പൊ ഇക്കാലത്തൊന്നും ജീവിക്കേണ്ട ആളല്ല. വിപ്ലവം നടക്കുന്ന സമയത്ത് മൂസ മീൻ വിൽക്കാൻ വന്നപ്പോഴൊക്കെ ഞാനത് പറഞ്ഞതാണല്ലോ. ബാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചവിട്ട് കൂടി കേട്ടിട്ട് ഇച്ചവിട്ട് കൂടി വിട്ടാളൂ, അതാ കുഴപ്പം. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കുടമുടഞ്ഞതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി, പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി, ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ. അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ, ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ,